ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27, അടുത്ത മാസം മാർച്ച് 27 തീയതി ആണല്ലോ നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയായ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായി എത്തിയ സിനിമയുടെ 36 കാസ്റ്റ് റിവീൽ ക്യാമ്പയിൻ ഇന്നലെയോടെയായിരുന്നല്ലോ പൂർത്തിയാക്കപ്പെട്ടത്. ഇന്ന് രാവിലെയും വൈകിട്ടും പതിവ് പോലെ പുതിയ കാസ്റ്റ് റിവീൽ അപ്ഡേറ്റുകളൊന്നും തന്നെ ഇല്ലാത്തതിന്റെ ഒരു നിരാശ ആരാധകരിൽ ഉൾപ്പെടെ സ്ഥിരമായിട്ട് സിനിമയുടെ കാസ്റ്റ് റിവീൽ അപ്ഡേറ്റുകൾ ഉറ്റുനോക്കിയവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അടുത്ത കിടിലൻ അപ്ഡേറ്റുകളുമായിട്ട് എമ്പുരാൻ ടീം ഉടനെ തന്നെ എത്തുന്നതാണ്. ഇതിനിടയിൽ സിനിമയുടെ ഇന്നലെ പുറത്തു വന്ന ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും കാസ്റ്റ് റിവീൽ വീഡിയോ യൂട്യൂബിൽ 7 ലക്ഷത്തിലധികം യൂട്യൂബ് വ്യൂവേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത വീഡിയോകളിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ കാസ്റ്റ് റിവീൽ വീഡിയോ 8 ലക്ഷത്തിലധികം വ്യൂവേഴ്സുമായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ വ്യൂ കൗണ്ട് ലാലേട്ടന്റെ വീഡിയോ മറികടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് സിംഗിൾ അതല്ലെങ്കിൽ ട്രെയിലർ റിലീസാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞ 2 അപ്ഡേറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഈ മാർച്ചിലെ ആദ്യ ആഴ്ച തന്നെ വരുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇതിനിടയിൽ എമ്പുരാന്റെ ടീസർ ലോഞ്ചിന് ശേഷം ലാലേട്ടനും പൃഥ്വിരാജും ഒരുപാട് അന്യ മീഡിയാസിനെല്ലാം തന്നെ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ മാർച്ച് 1 മുതൽ യൂട്യൂബിലൂടെ സ്ട്രീം ചെയ്ത് തുടങ്ങുമെന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമ എമ്പുരാന്റെ റിലീസിന് മുന്നേ റിലീസ് ചെയ്യാനായിട്ട് പദ്ധതിയിടുന്നുവെന്ന് ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ നേരത്തെ തന്നെ സൂചനയായി നൽകിയതാണല്ലോ. ഇന്നിപ്പോഴത്തെ ലൂസിഫറിന്റെ റിലീസ് തീയതി ഫാർസ് ഫിലിംസ് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം മാർച്ച് 20 തീയതി ലൂസിഫർ എമ്പുരാന് മുന്നേ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നതാണ്. അങ്ങനെ ലൂസിഫർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനാവാതെ പോയവർക്ക് ഒരിക്കൽ കൂടി അവസരം വരികയാണ്. കാത്തിരിക്കൂ കൂടുതൽ അടുത്ത എമ്പുരാൻ വാർത്തകൾക്ക്.